ഇറാന്റെ ആക്രമണത്തിൽ വലിയ നാശനഷ്ടം ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ട്രംപിനേറ്റ ഏറ്റവും കനത്ത പ്രഹരമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. ബഹറിലും കുവൈറ്റിലും നടന്ന ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്ത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ വ്യോമാക്രമണങ്ങളെയും സൈനിക നീക്കങ്ങളെയും പതിറ്റാണ്ടുകളായിട്ട് നിയന്ത്രിക്കുന്ന ഖത്തറിലെ പ്രധാന US കമാൻഡ് സെന്ററിന് ഇറാൻ മിസൈൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടം സംഭവിച്ചതായിട്ട് RT ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു താവളം ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനാരഹിതമായി എന്നാണ് റിപ്പോർട്ടുകൾ. തുടക്കത്തിൽ നാശനഷ്ടങ്ങൾ വളരെ കുറവാണെന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നത് എങ്കിലും ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കമാൻഡ് സെന്ററിന് കനത്ത നാശനഷ്ടം സംഭവിച്ച കാര്യം പുറം ലോകം അറിയുകയാണ്. അമേരിക്കയുടെ സുരക്ഷിതമായിട്ടുള്ള ആശയവിനിമയ സംവിധാനങ്ങൾ അടങ്ങിയിരുന്ന വമ്പൻ വൈറ്റ് റഡോം ഉൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായതായിട്ട് പ്ലാനറ്റ് ലാബ്സ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഈ ഒരു വ്യോമതാവളത്തെ ലക്ഷ്യമിട്ടെത്തിയിരുന്നു. ഖത്തറിന്റെയും അമേരിക്കയുടെയും പ്രതിരോധ സംവിധാനങ്ങൾ ഭൂരിഭാഗവും മിസൈലുകളും ആകാശത്ത് വെച്ച് തന്നെ തകർത്തുവെങ്കിലും പ്രതിരോധ കോട്ട ഭേദിച്ച് പതിച്ച മിസൈലുകൾ കമാൻഡ് സെന്ററിന് പ്രവർത്തനരഹിതമാകും വിധം വലിയ നാശനഷ്ടം വരുത്തി വെച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമതാവളമായിട്ടുള്ള അൽ ഉദൈദിലെ കാംബേഡ് എയർ ഓപ്പറേഷൻ സെന്റർ ഇറാന്റെ മിസൈൽ പ്രഹരത്തിൽ പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. 2 പതിറ്റാണ്ടായിട്ട് ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ അമേരിക്കയുടെ എല്ലാ വ്യോമാക്രമണങ്ങളും നിയന്ത്രിച്ചിരുന്ന അതീവ തന്ത്രപ്രധാനമായിട്ടുള്ള ബങ്കർ കോംപ്ലക്സ് ആണിത്. ഇത് പൂർണ്ണമായിട്ടും തവിട് പൊടിയായി എന്നത് പെന്റഗണിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയൊരു തിരിച്ചടിയായിട്ട് മാറുകയാണ്. അതായത് ഇറാന്റെ പ്രഹരത്തിൽ ഇപ്പോൾ പെന്റഗൺ ആകെ മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ട്രംപിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു കമാൻഡ് സെന്റർ ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ തകരുമെന്ന് അമേരിക്കയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നതാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് ഇറാൻ മിസൈൽ തൊടുക്കുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക തങ്ങളുടെ മുഴുവൻ സൈനികരെയും കമാൻഡ് ജീവനക്കാരെയും അവിടെ നിന്ന് രഹസ്യമായിട്ട് മാറ്റിപ്പാർപ്പിച്ചത്. തുടർന്ന് അവിടുത്തെ മുഴുവൻ കമാൻഡ് പ്രവർത്തനങ്ങളും 10,000 കിലോമീറ്റർ അകലെയുള്ള കരേനയിലെ ഷാ എയർഫോഴ്സ് ബേസിലേക്ക് മാറ്റിയാണ് അമേരിക്ക യുദ്ധത്തെ നിയന്ത്രിച്ചത്. കാരണം തിരിച്ചടിക്കാൻ പോലും അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. അമേരിക്കയുടെ തിരിച്ചടിയിൽ പതറി നിൽക്കുകയാണ്. കാരണം അമേരിക്കയുടെ ഈ ഒരു യുദ്ധതന്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഒളിച്ചോടുകയാണ്. അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇപ്പോൾ ട്രംപിന് കാണിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. ഇത് ലോകത്തിലെ ഏറ്റവും അത്യാധുനിക പ്രതിരോധ സംവിധാനം എന്ന് അമേരിക്ക സ്വന്തം അവകാശപ്പെടുന്ന പേട്രിയറ്റ് എയർ ഡിഫൻസ് അൽ ഉദൈദ് ബേസിൽ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അമേരിക്കയുടെ ഈ ഒരു മിസൈൽ പ്രതിരോധ കോട്ടയെ പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇറാന്റെ ഒന്നിലധികം മിസൈലുകൾ കമാൻഡ് സെന്ററിൽ നേരിട്ട് വന്ന് പതിച്ചത്. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് മുന്നിൽ US-ന്റെ അത്യാധുനിക പ്രതിരോധം പരാജയപ്പെട്ടു എന്നത് ലോകത്തെ സൈനിക വിദഗ്ധരെ ഒന്നടക്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഇവിടെ ആളപായം ഒഴിവായെങ്കിലും സാമ്പത്തികമായിട്ടും തന്ത്രപരമായിട്ടും അമേരിക്കയ്ക്ക് ഉണ്ടായത് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയ നഷ്ടമാണ്. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അതീവ രഹസ്യ ഫൈബർ ഒപ്റ്റിക് ശൃംഖലകൾ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ റഡാറുകൾ, ഭൂഗർഭ ബങ്കറുകൾ എന്നിവയാണ് പൂർണ്ണമായിട്ട് തകർന്നത്. ഇത് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധത്തിലാണ് തവിട് പൊടിയായി പോയത്. എന്തായാലും ഇറാന്റെ അതിർത്തിയിൽ നിന്നും തൊട്ടടുത്തുള്ള ഈ ഒരു ബേസ് ഇനി പുനർനിർമ്മിച്ചാൽ പോലും സുരക്ഷിതമായിരിക്കില്ല എന്ന് ബോധ്യപ്പെട്ട പെന്റഗൺ മിഡിൽ ഈസ്റ്റിൽ നിന്നും തങ്ങളുടെ താവളം തന്നെ മാറ്റുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഭീതി ഇപ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത്തരം നീക്കങ്ങൾ നടത്തണമെന്നാണ് അമേരിക്ക ചിന്തിക്കുന്നത്. ചുരുക്കത്തിൽ എയർബേസ് മൊത്തത്തിൽ അടച്ചു പൂട്ടിയെങ്കിലും അമേരിക്കയുടെ മർമ്മ പ്രധാനമായിട്ടുള്ള കമാൻഡ് സെന്റർ കെട്ടിടം ഇപ്പോൾ ഉപയോഗശൂന്യമായിട്ടുള്ള അവസ്ഥയിലാണ്. ഈ ഒരു സംഭവത്തിലെ ഏറ്റവും വിചിത്രവും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള വിവരം ഈ ഒരു കമാൻഡ് സെന്റർ ഇറാന്റെ മിസൈലുകൾക്ക് മുന്നിൽ തകരുന്നത് അമേരിക്കയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു യുദ്ധം അമേരിക്കയ്ക്ക് അറിയായിരുന്നു. ഈ യുദ്ധത്തെ ചെറുത്ത് നിൽക്കാൻ അമേരിക്കയ്ക്കും ട്രംപിനും കഴിഞ്ഞില്ല. ഈ പെന്റഗൺ ആകെ ഞെട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഈ യുദ്ധം മുൻകൂട്ടി കണ്ടുകൊണ്ട് അമേരിക്ക
അമേരിക്ക രഹസ്യ താവളങ്ങളിലേക്ക് തന്റെ സൈനികരെയും കമാൻഡർമാരെയും മൊത്തത്തിൽ മാറ്റുന്ന ഒരു നീക്കമാണ് എടുത്തത്. അല്ലാതെ ഇത് ചെറുത്ത് നിൽക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്നുള്ള ബോധ്യം അവർ തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അതായത് ലോക പോലീസ്, ലോക ശക്തി എന്ന് പറഞ്ഞിരുന്ന അമേരിക്കയ്ക്ക് ഈ യുദ്ധം മുൻകൂട്ടി കണ്ടിട്ട് പോലും അതിനെ തടുക്കാൻ കഴിയാതെ അവിടെ നിന്ന് ഒളിച്ചോടുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരിക്കുന്നത്. അത്തരം രീതിയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ഒരു മിസൈൽ തൊടുക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ മുഴുവൻ സൈനികരെയും തന്ത്രപ്രധാന ജീവനക്കാരെയും അവിടെ നിന്ന് അമേരിക്ക സുരക്ഷിതമായിട്ട് മാറ്റി പാർപ്പിച്ചത്, അല്ലെങ്കിൽ ആ ഒരു പാർപ്പിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ അമേരിക്ക അക്ഷരാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ കണക്കാക്കാം. തുടർന്ന് ഇവിടുത്തെ മുഴുവൻ സൈനിക നീക്കങ്ങളും 10,000 കിലോമീറ്റർ അകലെയുള്ള ഈ ഒരു സൗത്ത് കരോലിനിയിലാണ് മാറ്റിയിരിക്കുന്നത്. ഇതും അമേരിക്കയുടെ ഒരു ഒളിച്ചോട്ടമായിട്ട് കണക്കാക്കാം. ആളപായം ഒഴിവായി എന്നത് ആശ്വാസകരമാണ് എങ്കിലും യുദ്ധമുഖത്ത് ശത്രുവിനെ ഭയന്ന് കമാൻഡർ സെന്റർ ഉപേക്ഷിച്ച് പോകേണ്ടി അല്ലെങ്കിൽ ഓടിപ്പോകേണ്ടി വരുന്നത് ആഗോളതലത്തിൽ അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തിന് വലിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകളുടെ അസാധാരണമായിട്ടുള്ള കൃത്യതയും പ്രഹരശേഷിയും നേരിട്ട് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ കമാൻഡർ സെന്റർ ഇനി ഖത്തറിൽ തന്നെ പുനർനിർമ്മിക്കുന്നത് സുരക്ഷിതമാണോ എന്ന കാര്യത്തിൽ പെന്റഗണിന് കടുത്ത ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ പെന്റഗൺ ഇപ്പോൾ തന്റെ തീരുമാനങ്ങളും പ്ലാനിങ്ങുകളും എല്ലാം മാറ്റുകയാണ്. ഇപ്പോൾ ഒളിച്ചോടുകയാണ്. ശരിക്കും ഈ ഒരു യുദ്ധത്തിൽ ഇപ്പോൾ പെന്റഗൺ ചെയ്യുന്നത് ഒളിച്ചോട്ടമാണ്. ഇറാന്റെ പ്രഹരം അവർക്കിപ്പോൾ ഒരു കാരണവശാലും എതിർത്ത് നിൽക്കാനോ അതിനെ തടയാനോ ഒന്നും തന്നെ കഴിയുന്നില്ല. ആകെ മൊത്തത്തിൽ ഭയമാണ് ഉണ്ടാകുന്നത്. ഇറാന്റെ അതിർത്തിക്ക് തൊട്ടടുത്തുള്ള താവള ഭാവിയിലും എളുപ്പത്തിൽ ആക്രമിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക വിന്യാസ ശൈലി തന്നെ മാറ്റാൻ അമേരിക്ക ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കൻ താവളങ്ങൾ തങ്ങളുടെ മണ്ണിൽ നിലനിൽക്കുന്നത് സ്വന്തം സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ മനഃപൂർവ്വമായിട്ട് ഉപരോധത്തിലാക്കുന്നുണ്ട്. കാരണം യാതൊരു കാരണവശവും അല്ലെങ്കിൽ അവർക്ക് മേലും യാതൊരു പ്രശ്നവും ഇല്ലാതെയാണ് ഇന്ന് തങ്ങൾ ഈ ഒരു യുദ്ധത്തിൽ ഇപ്പോൾ പങ്കാളികളായിരിക്കുന്നത്. അതായത് യുദ്ധം കൊണ്ട് അവർക്ക് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഗൾഫ് മേഖല അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഈ ഒരു ഒറ്റ മിസൈൽ ആക്രമണം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തിന്റെ അന്ത്യത്തിന്റെ തുടക്കമാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം യുദ്ധത്തിൽ നിന്ന് പിന്മാറാനും കഴിയുന്നില്ല. യുദ്ധം കൊണ്ട് ഇപ്പോൾ ഒളിച്ചോട്ടം മാത്രമാണ് ഈ പെന്റഗണിന് ഉണ്ടാകുന്നത്. മാത്രമല്ല ട്രംപ് ഇതിൽ മൗനം പാലിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നത്. കാരണം പല വെല്ലുവിളികളും അല്ലെങ്കിൽ ഭീഷണികളും മുഴക്കുന്ന ട്രംപ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഈ ഒരു യുദ്ധത്തിൽ ട്രംപിന് ഒരു കാരണവശാലും രക്ഷ നേടാൻ കഴിയുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ വലിയ സാമ്പത്തിക നഷ്ടം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. ഇതിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ അമേരിക്ക വർഷങ്ങളോളം എടുക്കേണ്ടി വരും എന്നതാണ് മറ്റൊരു കാര്യം. കാരണം നിലവിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് അമേരിക്ക. അവിടുത്തെ ജനജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം കുവൈറ്റിലും ബഹറിലും നടന്നത്. അതും ഈ US-ന്റെ വ്യോമതാവളങ്ങൾക്ക് നേരെ. മാത്രമല്ല ഈ പറയുന്ന വലിയ ആക്രമണം ഉണ്ടായത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാഷ്ട്രീയവും കൂടി അതിലേക്ക് ഇണചേർക്കേണ്ടതുണ്ട്. കാരണം ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തിക്കൊണ്ട് ഒരു സമാധാനം കൊണ്ടുവരാൻ ട്രംപ് ശ്രമിക്കുമ്പോഴും അത് പാളിപ്പോകുന്ന ഒരു കാര്യമാണ് കാണുന്നത്. കാരണം ഈ ഒരു യുദ്ധം സമാധാനത്തിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ട്രംപിന്റെ കസേര തെറിക്കുമെന്നതിൽ സംശയമില്ല. ആ കസേര തിരിച്ചു പിടിക്കാൻ വേണ്ടിയെങ്കിലും ട്രംപ് സമാധാനം കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ഒരു ഒപ്പുവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അത് ഇറാൻ സമ്മതിക്കുന്നില്ല എന്നതാണ്. കാരണം ഇറാന്റെ ആസ്തികളും ഇറാൻ പറയുന്ന ആവശ്യങ്ങളും പറയാതെ അല്ലെങ്കിൽ അത് അനുമതി നൽകാതെ ഒരു കരാറിലോ അല്ലെങ്കിൽ സമാധാനത്തിനോ നിൽക്കില്ല എന്ന് പറയുമ്പോഴും അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതാണ്.